ഈ മണ്ണിൻ്റേതായ പ്രത്യേകതകൾ പലതുണ്ട്. കുഞ്ഞാലിയെ ഈ ഘട്ടത്തിൽ നാം എല്ലാം ഓർത്തു പോകും. പൊതുപ്രവർത്തനത്തിനിടക്ക് നിയമസഭാ പ്രവർത്തനത്തിനിടക്ക് കൊല ചെയ്യപ്പെട്ട സഖാവ് കുഞ്ഞാലി ഇന്നും മണ്ഡലം, മലപ്പുറം ജില്ല, കേരളം വേദനയോടെ ഓർക്കുന്ന സംഭവങ്ങൾ. എന്നാൽ കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിൻ്റെ മണ്ണ് പ്രത്യേകതയുള്ള മണ്ണ് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചൊരു പ്രദേശം. കേരളത്തിലെ 1921 പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ആ കർഷക പ്രക്ഷോഭത്തിന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഐതിഹാസികമായ നേതൃത്വം നൽകി. ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിൻ്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിൻ്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട്. ഒരുപാട് ധീരർ നിലമ്പൂരും കവളപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരർ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം. അന്തമാനിലേക്കടക്കം നാട് കടത്തപ്പെട്ടവർ, അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്തിനെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമെന്നത് ഈ നാടിന് അറിയാത്ത കാര്യമല്ല. ഇവിടെ അടുത്തുള്ള ചോക്കാട് വീട്ടിക്കുന്നിൽ വെച്ചാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലീസ് വളഞ്ഞ്, അന്നത്തെ പോലീസ് വളഞ്ഞ് പിടികൂടുന്നു. അതിനുപയോഗിച്ചത് തീർത്തും ഒരു ചതിപ്രയോഗമായിരുന്നു. വാര്യംകുന്നത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചെല്ലുന്നു. സുഹൃത്തിനെ അദ്ദേഹം കാണാൻ അനുവദിക്കുന്നു. അതൊരു കെണിയായിരുന്നുവെന്ന് വാര്യംകുന്നത്തിനറിയില്ല. ബ്രിട്ടീഷ് പട്ടാളം തൊട്ടു പിന്നാലെ വന്ന് വളയുന്നു. വാര്യംകുന്നത്തിനെ പിടികൂടി മലപ്പുറം കുന്നുമ്മൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പോൾ നമ്മളും ഒരു ചതിക്കിരയായാണ്
ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നൊരു മുന്നണിയല്ല LDF. കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, നല്ല വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് LDFന് കഴിയുക. അതിനിടയാക്കുന്നത് ജനങ്ങൾ LDFന് നൽകുന്ന പിന്തുണ തന്നെയാണ്. ഇവിടെ ഓരോ ഘട്ടത്തിലും ആ പിന്തുണ ശരിയായ രീതിയിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ LDFനെ പിന്താങ്ങാൻ ജനങ്ങൾ തയ്യാറാകുന്നത്? അവരുടെ അനുഭവം LDF കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കുകൾ തൽക്കാലം ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ എന്തെങ്കിലും ചില വാഗ്ദാനങ്ങൾ നൽകുക, പിന്നെ അത് മറക്കുക, അത് LDFൻ്റെ ഭാഗമായില്ല. LDFന് അത്തരമൊരു രീതിയില്ല എന്നത് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ LDFനെ പിന്താങ്ങിയവരുണ്ട്. എന്നാൽ ആ പിന്താങ്ങിയവർക്ക് പുറമെ മറ്റൊരു വിഭാഗവും കൂടി ഇവരാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് LDFനെ പിന്താങ്ങാൻ തയ്യാറാവുകയാണ്. എന്തുകൊണ്ടാണ് LDFന് ഈ രീതിയിൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നത്? എന്ത് കാരണത്താലാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും LDFനുള്ള ജനസ്വീകാര്യത വർദ്ധിച്ചു വരുന്നത്? അത്തരമൊരു പരിശോധനയിലേക്ക് നാം കടന്നാൽ നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധത എല്ലാ ഘട്ടത്തിലും LDF പുലർത്തിപ്പോന്നിട്ടുണ്ട്. നാടിനും ജനങ്ങൾക്കും ദ്രോഹം ചെയ്യുന്ന ഏത് കാര്യത്തിനും എതിരായി നിൽക്കാൻ, അതിനെ തുറന്നു കാണിക്കാൻ, ശക്തമായി എതിർക്കാൻ LDF ഒരു കാര്യത്തിലും മടിയുണ്ടായിട്ടില്ല, മടിച്ചു നിന്നിട്ടില്ല, അറച്ചു നിന്നിട്ടില്ല. ഇതെല്ലാം നാടിൻ്റെ അനുഭവമാണ്.